അവിടെ വിദ്യാഭ്യാസപരമായി വളരെ പിന്നി നിൽക്കുന്നൊരു പ്രദേശം. ആ പ്രദേശത്ത് ഈഴവ സമുദായത്തിന് ആ ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഈ SNDP ജനറൽ സെക്രട്ടറി എന്ന കസേരയിലിരിക്കുന്ന എൻ്റെ സമുദായത്തിൻ്റെ വികാരവും വിചാരവും പ്രയാസവും ദുഃഖവും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ ദുഃഖം പറയാൻ തുടങ്ങി എത്ര നാളായി. പിന്നോക്ക സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ സംവരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗുമായിട്ട് കെട്ടിപ്പിടിച്ച് സഹോദരന്മാരെ കൂട്ട് പാർലമെന്ററി മാർച്ച്, സെക്രട്ടേറിയറ്റ് മാർച്ച്, അങ്ങനെ എവിടെയെല്ലാം പറ്റുന്നു അവിടെയെല്ലാം മാർച്ചുകളെല്ലാം നടത്തി ഞങ്ങളെല്ലാം വളരെ സൗഹാർദ്ദത്തോടു കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് എന്താ ചെയ്തത്? നമ്മൾ ഭരണത്തിൽ വന്നാൽ പിന്നോക്ക സമുദായ മുന്നണി, സംവരണ സമുദായ മുന്നണി, നമ്മളെല്ലാം ഭരണത്തിൽ വന്നാൽ അന്ന് ഗൗരിയമ്മ ഉൾപ്പെടെയുള്ളവരാണ്. വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള കുറവുകൾ പരിഹരിച്ച് തന്നിരിക്കുന്നവരെല്ലാം ഒച്ചത്തിൽ പറഞ്ഞാണ്. അതിനു വേണ്ടിയിട്ട് എത്രയോ ലക്ഷം രൂപ എന്നെ കൊണ്ട് മുടക്കിച്ചു ഈ സമ്മേളനങ്ങളെല്ലാം. ഇതെല്ലാം കഴിഞ്ഞു ഭരണത്തിൽ വന്നു. എന്നിട്ട് ഞാനിവിടെ എല്ലാം പുറകണം. എന്തിന് ഭരണം ഇറങ്ങിപ്പോകുന്ന സമയം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം UDF. എന്നിട്ട് പോലും മലപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു അൺഎയ്ഡഡ് കോളേജുണ്ട്, അതെങ്കിലും നേടിയിട്ടാക്കില്ല, തന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈഴവ സമുദായത്തിന് ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു സ്കൂളോ കോളേജോ ഒറ്റെണ്ണം പോലും ആ ജില്ലയിലില്ല. അതേസമയത്ത് മറ്റുള്ള സമുദായത്തിന് എത്ര ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കൂ. മുസ്ലിം സമുദായത്തിന് എയ്ഡഡ് കോളേജ് തന്നെ 11 ഉണ്ട്. ആ സമുദായത്തിനുണ്ടെന്ന് പറഞ്ഞാൽ ആ MESനുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ആ മുസ്ലിം ലീഗിലെ ചില സമുദായക്കാർക്കാണ് കയ്യിലാണ്. പറഞ്ഞാൽ ലീഗിന്റെ നേതാക്കന്മാർ, പ്രമുഖരായ നേതാക്കന്മാരാണ് അതിന്റെ ഉടമസ്ഥൻ. അതിന് സാധാരണക്കാർക്കോ മുസ്ലിമിനെ പ്രതിനിധീകരിക്കുന്ന വിദ്യാഭ്യാസ ഏജൻസിയായ MESനും അല്ല. അവർക്കൊന്നോ രണ്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ മുസ്ലിം ലീഗിലെ പ്രമുഖന്മാരായ സമ്പന്നന്മാർക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതോടൊപ്പം മറ്റൊന്ന് ആലോചിക്കണം. ഒരു എയ്ഡഡ് കോളേജ് തുടങ്ങണമെങ്കിൽ 5 ഏക്കർ വേണം. ആ 5 ഏക്കർ സമ്പാദിച്ചുകൊണ്ടാണ് അവർ 11 ഏക്കർ എയ്ഡഡ് കോളേജ് ഉണ്ട്. എങ്കിൽ അറബിക് കോളേജ് ഉണ്ട് 6 ഈ അറബിക് കോളേജ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അറബി പഠിപ്പിക്കാനല്ല. അറബി അല്ല അവിടെ പഠിപ്പിക്കുന്നത്, അറബിയും പഠിപ്പിക്കുന്നുണ്ട്. അത് എയ്ഡഡാണ്. അതിന് 2.5 ഏക്കർ മതി. 2.5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അറബിക് കോളേജായി. അറബിക് കോളേജ് എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ UGCയുടെ സാലറിയോടുകൂടി അവിടെ അധ്യാപനം നിയോഗിച്ച് സർക്കാരിന് ശമ്പളം കൊടുക്കുകയാണ്. അപ്പൊ ഫലത്തിൽ എത്രയായി? 11, 6, 17 എയ്ഡഡ് കോളേജുകൾ അവർക്ക് അവിടെ ഉണ്ട്. അറബിക് കോളേജിലും കോമേഴ്സും ഒക്കെ ഉണ്ട്. ഒരു തർക്കമില്ല. അതിനുള്ള നിയമവും ചട്ടവും സ്വാധീനവും രാഷ്ട്രീയത്തിൽ അവർ നേടിയെടുത്ത് അവരുണ്ടാക്കി. നല്ലത് തന്നെ. ഇതെല്ലാം നടമ്പോഴും നമ്മളെല്ലാം ഒന്നാണ്, പിന്നോക്കമാണ്, സംവരണമാണ്, മുന്നണിപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് ചോദിച്ചിട്ട് ആ അൺഎയ്ഡഡ് കോളേജ് പെരിന്തൽമണ്ണ ഉണ്ടല്ലോ ഞങ്ങൾക്ക്, അതൊന്ന് എയ്ഡഡാക്കിയെന്താ എന്നിട്ട് പോലും തരാതെ ലീഗിലെ നേതാക്കന്മാര് ഒന്നിലധികം എയ്ഡഡ് കോളേജിൽ ലാസ്റ്റ് ഇറങ്ങിപ്പോകുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറങ്ങിപ്പോ പോലും ഒപ്പിട്ടെടുത്തപ്പോൾ എന്റെ സമുദായത്തിന് എന്ത് കിട്ടി? ഞാനൊരു മുസ്ലിം വിരോധിയല്ല. ഞാനൊരു മുസ്ലിം വിരോധിയാക്കി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കാനാണ് ലീഗിലെ ചില നേതാക്കന്മാരുടെ ശ്രമം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ SNDP യോഗമല്ലേ ശക്തമായ നേതൃത്വം. അതുകൂടാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കോഴിക്കോട് സിൻഡിക്കേറ്റ് മെമ്പർ റഹീമുണ്ട്. ഈ ലീഗുകാരും വോട്ട് കൊടുത്തില്ലല്ലോ. ഈ റഹീമിനെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് സിൻഡിക്കേറ്റ് മെമ്പറാക്കിയ ആരാണ്?
നമ്മൾ 12 വോട്ട് ഈഴവന്റെ വോട്ട് കൊടുത്തത് റഹീമിനാണ്. ആ റഹീം ഇന്നും കോഴിക്കോട്ടുണ്ട്, തിരക്കെട്ടുക. ലീഗ് അവർ ഒറ്റ വോട്ട് കൊടുത്തോ? മറ്റു പലരും കൊടുത്തു. നമ്മൾ കൊടുത്ത് സൃഷ്ടിച്ചതാണ് റഹീം സിൻഡിക്കേറ്റ് മെമ്പർ. നമ്മുടെ ജാതിയിൽ ആളില്ലാഞ്ഞിട്ടാണോ? ആ റഹീമിനെ സിൻഡിക്കേറ്റ് ആക്കില്ലേ? മതവിദ്വേഷം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ വോട്ട് വേറെ നമ്മുടെ സമുദായത്തിൽ കൊടുത്ത സിൻഡിക്കേറ്റ് മെമ്പർ ഉണ്ടാക്കാമായിരുന്നല്ലോ. വേണ്ട, റഹീം. ഇവിടെ നിങ്ങളുടെ നാട്ടിൽ അടുത്ത റഹീമാണ്. SN ട്രസ്റ്റിന്റെ ഓഡിറ്റർ ആരാണ്? 10-30 കൊല്ലമായിട്ട് റഹീം അസോസിയേറ്റാണ്. അദ്ദേഹം ആരാണ്? MESന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഏജില്ല. നമ്മൾ ആരും മാറ്റിയിട്ടില്ലല്ലോ. ഇന്നും അനുസൂചന തുടങ്ങുകയല്ലേ? അപ്പോൾ ഒരു മുസ്ലിം വിരോധിയാണെന്ന് എന്നോട്ടാണ് എന്നെ പറ്റി പറയാൻ തുടങ്ങുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവര് എന്നെയും കൊണ്ട് നടന്നു, ഞങ്ങൾ ബായി ആയിട്ട് നടന്നു. പക്ഷെ അവസാനം വഞ്ചിക്കപ്പെട്ടപ്പോൾ ഞാൻ അവരിൽ നിന്ന് മാറിക്കഴിഞ്ഞ ശേഷമാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ എന്നെ വിളിച്ചതല്ലേ? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, വെള്ളാപ്പള്ളി ഭരണം ഞങ്ങളുടെ കൂടെ, തെറ്റുകൾ തിരുത്തി ഇങ്ങോട്ട് പോകാം. ഇപ്പൊ ചിലപ്പോൾ നിശ്ചയിച്ചേക്കാം. എന്റെ പല ഉന്നത നേതാക്കന്മാരില്ലേ, ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ട് വരുന്നില്ല. കാരണം ഞങ്ങളുടെ സമുദായത്തിന്റെ അനുഭവം നിങ്ങളിൽ നിന്ന് ഏറ്റവും മോശമായ ഒരു അനുഭവമാണ് കിട്ടിയത്. മുസ്ലിങ്ങൾ ഒരുപാട് നല്ലവരുണ്ട്, പക്ഷെ ലീഗിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ അനുഭവം ഭരണത്തിന്റെ പങ്കാളികളാമെന്നും ഇരുന്നുകൊണ്ട് അവിടെ കയറി ഭരണത്തിൽ കിട്ടിയ ശേഷം നിങ്ങൾ ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ അവഹേളിച്ചു. ഞങ്ങൾക്ക് ഒരു നീതി സാമൂഹ്യ നീതി എന്ന് പറഞ്ഞ സമുദായ നീതി ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കണം. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ 56% മുസ്ലിങ്ങളുണ്ട്. ഒരു ചാനൽ കയറി പറയുന്നത് 76 ഈ രാജാവിനെയൊക്കെ വലിയ രാജഭക്തി അഭിനയിക്കുന്ന ചില ചാനലുകളുണ്ട്. എന്ത് കള്ളത്തരമാണ് പറയുന്നറിയാവോ ചാനൽ? കാരണം പരസ്യം കിട്ടാൻ വേണ്ടിയുണ്ട്. ആയിക്കോട്ടെ, അതിന് ഞാൻ ഈ പാവം വീട്ടിൽ ഈ സമുദായത്തെ നശിപ്പിച്ചിട്ട് വേണം. 56% നിങ്ങളൊന്ന് ആലോചിക്കുന്നു. അവിടെ അങ്ങാടിപ്പുറം, പെരിന്തൽമണ്ണ, തിരുവണ്ണാമല, തവന്നൂർ, നിലമ്പൂർ, തിരുനാവായ, ഇങ്ങനെ ഏതായാലും 5ഓളം, 4 മഹാഭൂരിപക്ഷ ഹിന്ദുക്കളാണ്. നിലമ്പൂർ മാത്രമാണ് സമാസമം. ഇതാണ് മലപ്പുറം. മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊരു രാജ്യമെന്ന് പറയാൻ സാധിക്കില്ല. അത് മുസ്ലിങ്ങളുടെ ആധിപത്യമാണെന്ന് പറഞ്ഞിങ്ങനെ പരത്തുകയല്ലേ ഓരോരുത്തർ. ചാനലും അങ്ങനെ പറയല്ലേ 76% ഉണ്ടെന്ന്. പച്ചക്കള്ളല്ലേ പറയുന്നത്. 56% മുസ്ലിങ്ങൾ പോലും അവകാശപ്പെടുന്നില്ല 56% ഉണ്ടെന്ന്.